So, hi guys, welcome back to my channel Jutech. So, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. സോ നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് ചാർജ് നല്ലപോലെ കുറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അത് ബാറ്ററി സേവ് ചെയ്യാം, ആ ഒരു ചാർജ് നമുക്ക് എങ്ങനെയൊക്കെ സേവ് ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മുടെ ഫോൺ എങ്ങനെയൊക്കെ നമ്മുടെ ബാറ്ററി സേവ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് നമ്മുടെ ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വൈഫൈ, ബ്ലൂടൂത്ത്, ലൊക്കേഷൻ ഇത് മൊത്തം ഓഫ് ചെയ്ത് വെക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ലൊക്കേഷൻ ആകുമ്പോൾ നമ്മൾ എവിടെയൊക്കെ പോകുന്നുണ്ടോ അത് മൊത്തം സ്ഥലങ്ങൾ ട്രാക്ക് ചെയ്യും. പിന്നെ നമ്മുടെ വൈഫൈയും ബ്ലൂടൂത്തും വെച്ച് നമുക്ക് നമ്മുടെ നിയർ ബൈ ഡിവൈസ് മൊത്തം സ്കാൻ ചെയ്തുകൊണ്ടേ ഇരിക്കും എപ്പോഴും. സോ അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതെല്ലാം ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ബാറ്ററി സേവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇപ്പോൾ വരുന്ന എല്ലാ ഫോണിലും നമ്മുടെ പവർ സേവിങ് മോഡ് പറഞ്ഞിട്ട് ഒരു മോഡുണ്ട്. സോ അത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് ബാറ്ററി അങ്ങനെയും സേവ് ചെയ്യാം. പിന്നെ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുക. അതായത് നമ്മൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുന്ന അങ്ങനത്തെ ഒരു ആപ്പ് ആണെങ്കിൽ നമ്മളത് ക്ലോസ് ചെയ്യാണ്ടിരിക്കുക. നമുക്ക് മിനിമൈസ് ചെയ്ത് വെക്കാം, പക്ഷേ ക്ലോസ് ചെയ്യാണ്ടിരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിനിമൈസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അത്ര വലിയ ഒരു ലോഡ് വലിക്കില്ല. അതായത് നമ്മൾ ക്ലോസ് ചെയ്തെടുക്കുമ്പോൾ ഇതിനേക്കാളും 2 ഇരട്ടി അല്ലെങ്കിൽ കുറച്ചും കൂടെ പവർ ഇത് നമ്മുടെ ബാറ്ററി വലിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഫോണിലെ ബ്രൈറ്റ്നസ് ഒരു മിനിമലായിട്ട് വയ്ക്കുക. അതായത് നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ബ്രൈറ്റ്നസ്സിൽ മാത്രം വയ്ക്കുക. അല്ലാണ്ട് നമ്മൾ ഓവർ ബ്രൈറ്റ്നസ് ഒക്കെ ആക്കി കഴിഞ്ഞാൽ അതും നല്ലപോലെ ചാർജ് വലിക്കുകയും ചെയ്യും, നമ്മുടെ കണ്ണിനും കേടാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഫോണ് നമ്മൾ പുറത്തൊക്കെ കാറിലൊക്കെ പോവുകയാണെങ്കിൽ ഡാഷ്ബോർഡിൽ വയ്ക്കും. സോ ഡാഷ്ബോർഡിൽ അത്ര വെക്കാണ്ടിരിക്കുക. കാരണം നല്ലപോലെ വെയിൽ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് അടിക്കും. സോ അത് നമ്മുടെ ബാറ്ററിക്കും കേടാണ്, പിന്നെ ബാറ്ററി കത്താൻ വരെ സാധ്യതയുണ്ട്. സോ പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ നല്ലപോലെ വെയിലടിക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മുടെ ഫോൺ വെക്കാണ്ടിരിക്കുക. കാരണം ഇതേപോലെ തന്നെ അപ്പോഴും ഫോൺ ചൂടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ഫോണ് പൊട്ടിത്തെറിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോണിൽ നല്ലപോലെ ബാറ്ററി തീരാനായി, അതായത് ഒരു 10%, 8%, 5% അങ്ങനെയൊക്കെ ഉള്ളു. അപ്പോൾ നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ഒന്നും നമ്മൾ ഓപ്പൺ ചെയ്യാണ്ടിരിക്കുക. കാരണം ഇതെല്ലാം നല്ലപോലെ നെറ്റ് വലിക്കും. സോ അപ്പോൾ നമ്മൾ ഇതൊന്നും ഓപ്പൺ ചെയ്യാണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ് മൊത്തം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. കാരണം അല്ലെങ്കിൽ അതായത് നമ്മുടെ ക്രോമെന്നൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ കയറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ അല്ലാത്ത ആപ്ലിക്കേഷൻ വേറെ കുറേ ആപ്ലിക്കേഷൻ കയറാൻ സാധ്യതയുണ്ട്. സോ അപ്പോൾ അതൊക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. പിന്നെ നമ്മുടെ സ്റ്റോറേജും കൂടിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുക. അതായത് നമ്മുടെ സ്റ്റോറേജ് ഒന്ന് ഫുള്ളാവാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി കുറച്ചും കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. സോ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, എല്ലാവർക്കും ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് തൊട്ടടുത്ത് ബെല്ലൈക്കൺ സപ്പോർട്ട് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. പിന്നെ കമന്റും കൂടി ചെയ്യണം. നല്ല വീഡിയോ വീണ്ടും കാണാം. സീ സൂൺ. ബൈ.